10 കൊല്ലത്തിന് ശേഷം LDF സർക്കാർ തുടരണമോ വേണ്ടയോ എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രധാനമായി വേണ്ടത് നമ്മുടെ മനുഷ്യജീവിതമാണ്. ഇവിടുത്തെ മനുഷ്യജീവിതമാണ്. രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പൊക്കെ തന്നെ LDFിലുള്ള പല കക്ഷികളോടും ആളുകൾക്കുണ്ടാവും. കാരണം വളരെ കാലമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷികളാണ്. മാത്രമല്ല കേരളീയരൊക്കെ തന്നെ സ്വന്തമായ രാഷ്ട്രീയ അഭിപ്രായമൊക്കെ ഉള്ളവരാണ്. പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനം നമ്മുടെ കേരളത്തിൻ്റെ നിലനിൽപ്പ്, വികസനം, കുറേ കൂടി സമാധാനത്തോടു കൂടി ഇവിടെ ജീവിക്കണം എന്നുള്ള താല്പര്യം. അങ്ങനെയൊക്കെ പരിഗണിക്കുമ്പോൾ മറ്റെല്ലാ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചിട്ട് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ആത്മരക്ഷാർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടരണം എന്നാഗ്രഹിക്കുന്നവരായിരിക്കും കേരളത്തിലെ ജനങ്ങൾ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 2021 അത് തന്നെയാണ് ഉണ്ടായത്. നമുക്കറിയാലോ, 2021 മുമ്പുള്ള 5 വർഷത്തെ ഭരണത്തെ ഇതിൻ്റെ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള വിയോജിപ്പുകളും ഒക്കെ തന്നെ രാഷ്ട്രീയമായ വിമർശനങ്ങളൊക്കെ തന്നെ വളരെ ശക്തമായി ഉയർന്നു വന്നിരുന്നു. പക്ഷേ 2021 സംസ്ഥാന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വമ്പിച്ച തരത്തിലുള്ള പിന്തുണയാണ് ആ സർക്കാരിന് കൊടുത്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മുമ്പുണ്ടായിരുന്ന UDF കാലം തിരിച്ചു വന്നാൽ കേരളത്തിലുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം എല്ലായ്പ്പോഴും മനുഷ്യന് ഒരേ മട്ടിൽ, എല്ലായ്പ്പോഴും നമ്മുടെ സാമൂഹ്യ സ്ഥിതിയും അതുപോലെ തന്നെ കാലാവസ്ഥയും ആരോഗ്യ അവസ്ഥയൊന്നും തന്നെ ഒരുപോലെ ആയിരിക്കില്ലല്ലോ. പല പ്രതിസന്ധികളും ഉണ്ടാവാം. പ്രളയം ഉണ്ടാവാം, ആരോഗ്യ പ്രതിസന്ധി പോലെയുള്ള നമ്മുടെ കോവിഡ് പോലുള്ള പ്രതിസന്ധികൾ, മറ്റു പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ജനങ്ങൾക്കൊപ്പം നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന അതിനുള്ള നയവും പരിപാടിയും വിവേകവും ഒക്കെയുള്ള ഒരു മുന്നണി ഭരിക്കുന്നതാവും നല്ലത് എന്നവർ തീരുമാനിച്ചതാണ്. അത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. കാരണം ഇന്ത്യയിലെ മുഴുവൻ അനുഭവങ്ങൾ അവരുടെ മുമ്പിലുണ്ടല്ലോ. അപ്പോൾ അത് കണ്ടുകൊണ്ട് കേരളത്തിൻ്റെ ആ വ്യത്യസ്തത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോയത്. മാത്രമല്ല, വികസനത്തെ സംബന്ധിച്ച് ഒരു നിരന്തരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ളത് ഇടതുപക്ഷത്തിനാണെന്നുള്ളത് അവരത് പഠിച്ചിട്ടാണ്. പലതരത്തിലുള്ള പഠന കോൺഗ്രസ്സുകൾ, പരിപാടികളൊക്കെ നടത്തിക്കൊണ്ട് കേരളത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ചൊരു മാസ്റ്റർ പ്ലാൻ കയ്യിലുള്ളത് ഇടതുപക്ഷത്തിനാണ്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതി സമാധാന ജീവിതമാണ്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ കേരളം നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വളരെ മതേതര ജനാധിപത്യം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇപ്പോൾ ഇവിടെ കേരളത്തിൻ്റെ അകത്ത് ഈ മതരാഷ്ട്രവാദത്തിൻ്റെയും അതിൻ്റെ ഭാഗമായ ഹിംസാത്മക തീവ്രവാദമൊക്കെ തന്നെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ കുറേശ്ശെ ഉയർന്നു വരുന്നുണ്ട്. കാരണം 10 വർഷങ്ങൾക്ക് മുമ്പുള്ള ഭരണത്തിൻ്റെ കാലഘട്ടത്തിൽ വലിയ വർഗീയ സംഘടനകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, AK ആന്റണി ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് 2 മാറാട് കലാപങ്ങൾ. നമ്മളൊക്കെ ഞെട്ടിച്ച് കളഞ്ഞ സംഭവമാണ്. താഴേക്കടയിലുള്ള ജനങ്ങളാണ് ചേരി തിരിഞ്ഞ് മതത്തിൻ്റെ പേരിൽ ഏറ്റുമുട്ടിയിട്ട് വളരെയേറെ ആളുകൾ കൊല്ലപ്പെട്ടത്, പരസ്പരം കൊന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടാവുന്നു? മതരാഷ്ട്രവാദ പ്രസ്ഥാനങ്ങളോടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനം, ആ സമീപനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ശരിയായ നിലപാടെടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. ഇപ്പോൾ PK നമ്മുടെ NSSൻ്റെ സുകുമാരൻ നായരും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനൊക്കെ തന്നെ അവരെക്കുറിച്ചൊക്കെ എന്തൊക്കെ പരാമർശങ്ങളുണ്ടെങ്കിൽ തന്നെയും അവർ രണ്ടുപേരും പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവർ രണ്ടുപേരും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കാരിനോട് ഞങ്ങൾ സാമുദായിക താല്പര്യം വെച്ചിട്ട് ഒരു കാര്യം ആവശ്യപ്പെടുന്നില്ല. കാരണം അവരങ്ങനെയല്ല അവരുടെ വികസന പരിപാടികളും ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ പരിഗണിക്കുന്നത്, മതത്തിൻ്റെയും ജാതിയുടെ അടിസ്ഥാനത്തിലല്ല. അതുകൊണ്ട് ഞങ്ങൾ ആ വിഷയം അവരോട് ചോദിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. മാത്രമല്ല, കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത് ഒരു മതസംഘർഷങ്ങളും വർഗീയ സംഘർഷങ്ങളും ജാതി സംഘർഷങ്ങളും ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. അത് പോലീസിൻ്റെയും അതുപോലുള്ള സംവിധാനങ്ങളുടെയൊക്കെ പ്രത്യേകതകളുണ്ടാവാം. അതുമാത്രമല്ല, രാഷ്ട്രീയ നയം മതശിഥിലീകരണ ശക്തികളോടും അതിൻ്റെ രാഷ്ട്രീയ ശക്തികളോടൊക്കെ എടുക്കേണ്ട സമീപനം അത് കൃത്യമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചത്. അതാണ് പ്രധാനം. അപ്പോൾ രാഷ്ട്രീയ അഭിപ്രായങ്ങൾക്കും മറ്റു പല താല്പര്യങ്ങൾക്കും അപ്പുറം കേരളം നിലനിൽക്കണം. നമുക്ക് ഭാവിയിൽ ഇവിടെ ജീവിക്കേണ്ടതാണ്. നമുക്കല്ല, നമ്മളെക്കാൾ പ്രധാനമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ജീവിക്കേണ്ടതാണ്. അപ്പോൾ അതിന് അനുയോജ്യമായൊരു സമാധാനപൂർണ്ണമായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് സുരക്ഷ നൽകുന്ന ഒരു സർക്കാരുണ്ടാവണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.